നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ഹമാസ് CAA മലപ്പുറം കത്തി പിണറായി, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ച. അധികാരത്തിലിരുന്നു കൊണ്ട് ആരെയും വഴിവിട്ട് സഹായിക്കുകയോ പ്രീണിപ്പിക്കുകയോ ചെയ്യരുത്. ചെയ്താൽ പിണറായി വിജയനും CPM-നും കിട്ടിയ പണി കിട്ടും. സംഘടിത വോട്ട് ബാങ്കായ മുസ്ലിം മതവിഭാഗത്തിനെ കൂടെ നിർത്താനായി തീവ്രവാദ സംഘടനയായ ഹമാസിന് വേണ്ടി ഐക്യദാർഢ്യ റാലിയും CAA സമരവും സംഘടിപ്പിച്ചത് വെള്ളത്തിൽ വരച്ച വര പോലെയായി. സമസ്ത മുഖ്യമന്ത്രി പിണറായിക്കും സർക്കാരിനുമെതിരെ ബാങ്കായ മുസ്ലിം മതവിഭാഗത്തിനെ കൂടെ നിർത്താനായി തീവ്രവാദ സംഘടനയായ ഹമാസിന് വേണ്ടി ഐക്യദാർഢ്യ റാലിയും ജഡ്ജി കാവേരി ബവേജയുടെ മുന്നിൽ റിമാൻഡിൽ വിട്ടുകിട്ടണമെന്ന് ED ആവശ്യപ്പെട്ടില്ല. പകരം തൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിച്ചാണ് അറസ്റ്റ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി കേജ്രിവാൾ നൽകിയ ഹർജി നാളെ കഴിഞ്ഞ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. ഹർജിയിൽ EDക്ക് നൽകിയ നോട്ടീസിൽ നാളെ മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. കേജ്രിവാളിന്റെ ഭാര്യ സുനിത, മന്ത്രിമാരായ അതിഷി സമയത്ത് പള്ളി അങ്കണത്തിൽ ബൈക്ക് ഓടിച്ച് അഭ്യാസ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെ വൈദികൻ ശാസിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ബൈക്കിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതി. സംഭവത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ മാത്രം കേസെടുത്തത് ശരിയല്ല എന്ന് മതപണ്ഡിതനായ ഹുസൈൻ മടവൂർ ആരോപിച്ചു. ന്യൂനപക്ഷ നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ മുഖാമുഖം പരിപാടിയിലായിരുന്നു ഇത്. എന്നാൽ അവിടെ നടന്നത് തെമ്മാടിത്തരമാണ് എന്നും ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മാത്രമാണ് അതിന് നേതൃത്വം നൽകിയത് എന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. മുഖമടച്ച് അടി കിട്ടിയത് പോലെയായിരുന്നു ഹുസൈൻ മടവൂറിന്. പോലീസിന്റെ ഡോക്യുമെന്റ്സ് വെച്ചാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. അടുത്ത ദിവസം സമസ്ത മുഖപത്രം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ മുഖപ്രസംഗം എഴുതി. മുഖ്യമന്ത്രിയുടെ വലം കൈയായ കാന്തപുരം വിഭാഗത്തിന്റെ പത്രമായ സിറാജും എഴുതി. കാസർഗോഡ് മുഹമ്മദ് റിയാസ് മൗലവി വധക്കേസിൽ 3 RSS പ്രവർത്തകരെ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ട സംഭവം എല്ലാ മുസ്ലിം സംഘടനകളും ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രോസിക്യൂഷനും പോലീസും വലിയ വീഴ്ചയാണ് വരുത്തിയത് എന്നും ഒത്തുതീർപ്പ് നടന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും സുപ്രഭാതം ആരോപിക്കുന്നു. എന്നുവെച്ചാൽ പ്രതികളെ രക്ഷിക്കാനായി CPM RSS-ഉമായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. കോടതി വിധിയിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകൾ അക്കമിട്ട് നിർത്തുന്നുണ്ട്. പണ്ഡിതനായിരുന്ന മുഹമ്മദ് റിയാസ് മൗലവിയെ 2017 ഒരു സുപ്രഭാതത്തിൽ പള്ളിയിൽ കയറിയാണ് കൊലപ്പെടുത്തിയത്. പ്രതികളെ സംരക്ഷിക്കാൻ നീക്കം നടന്നു എന്ന തുടക്കത്തിലെ ആക്ഷേപം ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്നതാണ് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. കാസർഗോഡ് മുമ്പ് നടന്ന 15ഓളം കൊലപാതകങ്ങൾ ഏതെങ്കിലും സംഘർഷങ്ങളുടെ തുടർച്ചയായിരുന്നു എങ്കിൽ റിയാസ് മൗലവിയുടെ കൊലപാതകത്തിന് അത്തരത്തിലുള്ള യാതൊരു സംഭവങ്ങളും ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇരുകൂട്ടർക്കും മുൻവൈരാഗ്യം ഇല്ലായിരുന്നു. ഗൂഢാലോചനാവാദം സാധൂകരിക്കാനോ ഒരു സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് തെളിയിക്കുവാനോ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജി KK ബാലകൃഷ്ണന്റെ വിധി പ്രസ്താവത്തിലുള്ളത്. പ്രതികളുടെ RSS ബന്ധം തെളിയിക്കാൻ പോലും പിണറായി പോലീസിന് കഴിഞ്ഞില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കൊലപാതകം നടന്നത്. ഹമാസ്, CAA, പൗരത്വ രജിസ്റ്റർ, തീവ്ര ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ മുസ്ലിം സമുദായത്തെ പറ്റിച്ച് കൂടെ നിർത്തി വോട്ട് വാങ്ങുക എന്നതിനും അപ്പുറം തങ്ങൾക്ക് ഒരു ലക്ഷ്യവുമില്ല എന്ന് CPM-ന്റെ ഇത്തരം നടപടികൾ വ്യക്തമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ പഴുതടച്ച അന്വേഷണം നടത്തി പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർ കാണിക്കുമായിരുന്നു. CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടായിട്ടില്ലെന്നേ അത്ഭുതമുള്ളൂ. CPI നേതാവും മുൻ മന്ത്രിയുമായ E. ചന്ദ്രശേഖരനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ BJP-ക്കാർ ആക്രമിച്ചിരുന്നു. കേസിന്റെ വിചാരണ വേളയിൽ CPM നേതാക്കൾ കൂറുമാറുകയും പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തത് ഏതാണ്ട് 6 മാസം മുമ്പാണ്. സ്വന്തം കാര്യം നേരിടാൻ ഏത് വർഗീയ സംഘടനകളുമായും ഈ കെട്ടിപ്പുണരാൻ CPM-നുള്ള കരവിരുതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? അതേസമയം ആലപ്പുഴയിൽ SDPI-ക്കാർ കൊലപ്പെടുത്തിയ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന് വധക്കേസിൽ 2 കൊല്ലത്തിനകം അന്വേഷണം നടത്തി വിചാരണ പൂർത്തിയാക്കാൻ പിണറായി പോലീസിന് കഴിഞ്ഞു. പ്രതികൾക്കെല്ലാം വധശിക്ഷ വിധിക്കുകയും ചെയ്തു. രഞ്ജിത്തിന് മുൻപ് RSS-കാർ കൊലപ്പെടുത്തിയ SDPI നേതാവ് ഷാൻ കേസിൽ ഈ വേഗതയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പിണറായി പോലീസിനെയും പ്രോസിക്യൂഷനെയും ജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് കൈവിട്ട കേസിലൂടെ കുപ്രസിദ്ധി നേടിയ SDPI ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത്. ചുരുക്കം പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും പിണറായിയെ തിരിഞ്ഞു കൊത്തുന്നു എന്ന് സാരം. അതിന്റെ ഫലം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴെങ്കിലും മനസ്സിലാക്കാൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ഗുണം ചെയ്യും.